നമസ്കാരം. കുറച്ച് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് RBL ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ബാങ്ക് ലിമിറ്റഡിൻ്റെ ഷെയർസാണ് ഇന്ന് 163 രൂപയിലാണ് ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 4.87, അതായത് 5% റാലി ഈ ഒരു ബാങ്ക് ഷെയറിൽ നമുക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ റാലിക്കുള്ള മെയിൻ റീസൺസ് എന്താണ്, അത് എത്രത്തോളം ആണ് എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇതെന്ന് പറയുന്നത് ഒരു ബ്രോക്കറേജ് ആയിട്ടുള്ള MK ഗ്ലോബൽ ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി, ഈ ഒരു ബ്രോക്കറേജ് ഇവർക്ക് ഏകദേശം ഒരു സ്ട്രോങ് ബൈ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ ഒരു ടാർഗറ്റ് പ്രൈസായിട്ട് 250 രൂപ കൊടുത്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു റാലി ഇന്ന് ഈ ഒരു ഷെയർസിന് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. 163 രൂപ ഉള്ള ഈ കമ്പനിയുടെ ഷെയർസ് 250 രൂപയാണ് ഇതിൻ്റെ ഒരു ടാർഗറ്റ് പ്രൈസായിട്ട് MK ഗ്ലോബൽ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് രണ്ട് സ്ട്രോങ് കമ്പനികളായിട്ടുള്ള HEG ലിമിറ്റഡും അതുപോലെ തന്നെ ഗ്രാഫൈറ്റ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കമ്പനിക്കും ഇന്ന് ഏകദേശം നല്ലൊരു റാലി തന്നെ സംഭവിച്ചിട്ടുണ്ട്. HEG ലിമിറ്റഡ് ഏകദേശം 14% ഒരു റാലിയാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത്. ഏകദേശം 62 രൂപയോളം അപ്പായി 501 രൂപയിൽ ഈ ഒരു ഷെയർസ് ക്ലോസ് ചെയ്തത് ഇന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ അടുത്ത കമ്പനിയായ ഗ്രാഫൈറ്റ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞുള്ള കമ്പനി ഏകദേശം 10% റാലിയാണ് സംഭവിച്ചിരിക്കുന്നത്, 9.1% എക്സാക്ട്ലി. അപ്പോൾ ഈ ഒരു കമ്പനിയും ക്ലോസ് ചെയ്തിരിക്കുന്നത് 570 റുപ്പീസ് ആണെന്ന് കാണാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയൊരു ന്യൂസ് എന്താണ് പുറത്ത് വന്നിരിക്കുന്നതെന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ, മാസീവ് ഡബിൾ ഡിജിറ്റ് ഗെയിൻസ് ഫോർ ഇലക്ട്രോഡ് മേക്കേഴ്സ് HEG ആൻഡ് ഗ്രാഫൈറ്റ് ഇന്ത്യ. വാട്ട് ഇസ് ദ ട്രിഗർ? ഇതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് എന്താ പറയുക, ചൈന ഹാസ് ഡിസൈഡഡ് ടു ഇമ്പോസ് സ്ട്രിക്റ്റ് റിവ്യൂ ഓഫ് ഇറ്റ്സ് ഗ്രാഫൈറ്റ് എക്സ്പോർട്സ് ടു US ആൻഡ് ഹാസ് ബാൻഡ് ഗ്രാഫൈറ്റ് ഡുവൽ യൂസ് കമോഡിറ്റീസ് ജർമേനിയം ആൻഡ് ഗലിയം ഇൻ പ്രിൻസിപ്പൾ ലീഡിങ് ടു പൊട്ടൻഷ്യൽ സപ്ലൈ സ്കെയർ, റോയിട്ടേഴ്സ് റിപ്പോർട്ടഡ് ഓൺ December 3. അതായത് ചൈന US-ലോട്ടുള്ള ഗ്രാഫൈറ്റ് എക്സ്പോർട്സ് നിർത്തിവെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഗ്രാഫൈറ്റിൻ്റെ ഡുവൽ യൂസ് ഐറ്റംസ് ആയിട്ടുള്ള ജർമേനിയം അതുപോലെ തന്നെ ഗാലിയം ഇൻ പ്രിൻസിപ്പൾ, ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു സപ്ലൈ സ്കെയർസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എക്സ്പോർട്സ് നിർത്തി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതൊന്നും ഗുണകരമായിട്ടുള്ള രണ്ട് കമ്പനികളാണ്, HEG ലിമിറ്റഡും അതുപോലെ തന്നെ ഗ്രാഫൈറ്റ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി. ബോത്ത് കമ്പനി ഗ്രാഫൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോഡ് മേക്കിംഗ് കമ്പനിയാണ്. അപ്പോൾ ഇത്തരം കമ്പനികൾക്ക് US-ലോട്ടുള്ള ഒരു എക്സ്പോർട്സ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ റാലിയാണ് ഏകദേശം 17%, 10% റാലി ഈ ഒരു കമ്പനിക്ക് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടുമായി ബന്ധപ്പെട്ട് ഇത് പേടിപ്പിക്കുന്ന വേറൊരു ന്യൂസ് എന്താണെന്ന് ചോദിച്ചാൽ, ചൈന എന്തുകൊണ്ടാണ് എക്സ്പോർട്സ് നിർത്തി വെച്ചിരിക്കുന്നതെന്ന് ഇതുള്ളത് ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വരാൻ പോകുന്നതുമായി ബന്ധപ്പെട്ട് ചൈനയുടെ മെയിൻ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയെ തുരങ്കം വയ്ക്കുന്ന പല തരത്തിലുള്ള ആക്ഷൻസും അല്ലെങ്കിൽ അവരുടെ തീരുവകളും മറ്റും കൂട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫിനാൻഷ്യൽ വാറിനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആക്ഷൻസ് ചൈന എടുത്തതാണ് ഇതെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരം കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ആക്ഷൻസ് എത്രത്തോളം സ്റ്റേബിളാവും എന്നുള്ള ഒരു ഡിസിഷനിലോട്ടുകൂടെ നമ്മൾ എത്തിച്ചേരേണ്ടതിരിക്കുന്നതാണ്. ബിക്കോസ് ചൈനയെ പോലെ തന്നെ ഇന്ത്യയും പല കാര്യങ്ങളിലും തീരുവകൾ അമേരിക്കൻ ഗവൺമെൻറ് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു കാര്യങ്ങളോടെ ശ്രദ്ധിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ ഇനി ഇന്ത്യയിലെ മറ്റു വലിയൊരു കമ്പനിയായിട്ടുള്ള സ്വിഗ്ഗി ഇന്ത്യ ലിമിറ്റഡിൻ്റെ Q2 റിസൾട്ട്സ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. Q2 റിസൾട്ട്സ് അത്ര ആശ്വാസകരമായിട്ടുള്ള റിസൾട്ട്സ് അല്ല, ബട്ട് കമ്പനി നഷ്ടത്തിൽ തന്നെയാണ് സ്റ്റിൽ അവർ ഓടുന്നത്. ബട്ട് എന്നിരുന്നാലും നഷ്ടത്തിൻ്റെ ഒരു വ്യാപ്തി അവർ കുറച്ചിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. അവരുടെ കമ്പനിയുടെ ഷെയർ പ്രൈസസ് ഇന്ന് 491 രൂപയിലാണ് എൻഡ് ചെയ്തത്. ഏകദേശം 5.55% ഒരു ഡൗൺഫാൾ സംഭവിച്ചിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ടുള്ള Q2 റിസൾട്ട്സ് അവരുടെ സ്ക്രീനർ വെബ്സൈറ്റിൽ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെയിൽസ് Q2 റിസൾട്ട്സ് നോക്കുകയാണെങ്കിൽ സെയിൽസ് കൂടിയിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. 3222 ജൂണിൽ 3601 കൂടിയിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. ഓപ്പറേഷണൽ പ്രോഫിറ്റ് മൈനസ് ആയിട്ടാണ് കാണുന്നത്, -554 crore. ഓപ്പറേഷൻ പ്രോഫിറ്റ് മാർജിൻസും ഒരുപാട്
കുറഞ്ഞിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. അതായത് -15% ആണ്, -17 ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എന്ന് കാണാൻ പറ്റുന്നതാണ്. ഇനി നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ -626 crore rupees ആയിട്ടാണ് ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതായത് കമ്പനി നഷ്ടത്തിൽ തന്നെയാണ് എന്ന് നമ്മൾ തീർച്ചയായിട്ടും കരുതണം എന്നല്ല, നഷ്ടത്തിൽ തന്നെയാണ്. പക്ഷേ അവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള വേറെ ന്യൂസ് കൂടെ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ന്യൂസിൽ സ്വിഗ്ഗി എയിംസ് ടു ടേൺ ഓപ്പറേഷണലി പ്രോഫിറ്റബിൾ ബൈ December 2025. ഏകദേശം ഒരു വർഷത്തിന് ശേഷം അവർ ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത് December 2025 ഈ കമ്പനി പ്രോഫിറ്റ് ആവും എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സൊമാറ്റോ എന്നൊരു കമ്പനിയും ഏകദേശം ഇതേ രീതിയിൽ തന്നെയായിരുന്നു. സൊമാറ്റോ ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ടാണ് പ്രോഫിറ്റിലോട്ട് വന്നിട്ടുള്ളതെന്ന് കാണാൻ പറ്റും. ഇനി RVNL ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസാണ്. RVNL ഇപ്പോൾ തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഓർഡർ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് RVNL വിൻസ് വർക്ക് ഓർഡർ ഓഫ് Rs 186 crore ഫ്രം ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ. ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ നിന്ന് 156 കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടിയെന്ന് കാണാൻ പറ്റും. അതും കിട്ടിയിരിക്കുന്ന ഡേറ്റ് December 3, 2024 7:50 PM. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി അടുത്ത ദിവസം, അതായത് December 4 ഇതിനൊരു റാലി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. RVNL റിസീവ്ഡ് ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് ഫ്രം ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ ഫോർ ഡിസൈൻ, സപ്ലൈ, ഇറക്ഷൻ, ടെസ്റ്റിംഗ് ആൻഡ് കമ്മീഷനിങ് ഓഫ് traction substations and associated switching posts for upgradation of work of electrical traction system from 1x25 to 2x25 kV at feeding system in Gomnath petrol station at Dhanbad division East Central Railway. The value is 186.76 crore എന്നുള്ളതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള വേറൊരു കമ്പനിയുടെ അപ്ഡേറ്റ്സ് ആണ്. അത് ഏഞ്ചൽ വൺ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുമായി ബന്ധപ്പെട്ടാണ്. ഏഞ്ചൽ വൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ മോട്ടിലാൽ ഓസ്വാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യയിലെ വലിയൊരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കമ്പനി അവർക്കൊരു സ്ട്രോങ് ബൈ റേറ്റിംഗ് കൊടുത്തിരിക്കുകയാണ്. 3600 രൂപയുടെ ഒരു ടാർഗറ്റ് പ്രൈസാണ് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. മോട്ടിലാൽ ഓസ്വാൾ ഫിനാൻഷ്യൽ സർവീസ് റെക്കമെൻഡ്സ് ബൈയിങ് എങ്കിൽ വൺ ഷെയർസ് വിത്ത് ടാർഗറ്റ് പ്രൈസ് ഓഫ് 3600. എങ്കിൽ വൺ, എ സ്മാൾ സ്മാക്ക് കമ്പനി, റിപ്പോർട്ടഡ് സിഗ്നിഫിക്കൻറ്റ് ഗ്രോത്ത് ഇൻ ഇൻകം ആൻഡ് പ്രോഫിറ്റ് ഫോർ ദ ക്വാർട്ടർ എൻഡഡ് September 30, 2024. പ്രൊമോട്ട് ഹോൾഡ് 35.61 സ്റ്റേക്ക്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നമുക്കെല്ലാവർക്കും അറിയാം, അടുത്തൊരു 5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷത്തേക്ക് ഇന്ത്യയിലെ ഫിനാൻഷ്യൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസിക്ക് വലിയൊരു പ്രോഫിറ്റുള്ള വലിയൊരു ഫ്യൂച്ചർ തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇത്തരം ഫീൽഡ് വർക്ക് ചെയ്യുന്ന എല്ലാ കമ്പനികളുടെയും ഷെയർസിന് വലിയൊരു റാലി നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള മോട്ടിലാൽ ഓസ്വാൾ കൊടുത്തിരിക്കുന്ന ഒരു സ്ട്രോങ് ബൈ റേറ്റ് ആണ് ഇത് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ട്രോങ് ബൈ അല്ലെങ്കിൽ സെൽ റെക്കമെൻഡേഷൻസ് അല്ല. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തമായിട്ട് അനലൈസ് ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുടെ അഡ്വൈസ് റിസീവ് ചെയ്തതിന് ശേഷം മാത്രം ഇത്തരം ആക്ഷൻസിലോട്ട് നടക്കണം എന്നൂടെ ഞാൻ റിക്വസ്റ്റ് ചെയ്യണം.